എന്തുകൊണ്ടാണ് ഭക്തജനങ്ങളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന സംഘടനകൾ, സംഘപരിവാറിൻ്റെ ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ, ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ, അവരുടെ നേതാക്കൾ ഒക്കെ വലിയ മൗനം കൊണ്ട് ഈ കാലത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ മൗനത്തിൻ്റെ അർത്ഥം എന്താണ്? അമ്പലക്കൊള്ള എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും അത് അമ്പലവുമായി ബന്ധപ്പെട്ടവരുടെ അവകാശമാണെന്നും ഉള്ള ഒരു നിലപാടിലേക്ക് എങ്ങനെയാണ് ഹിന്ദുമത വിശ്വാസികളുടെ പേരിൽ ആണയിടുന്നവർ എത്തിപ്പെടുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കേരളത്തിലെ ഭക്തജനങ്ങളുടെ ചോദ്യം മാത്രമായി അവസാനിക്കുകയില്ല. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പൊതുഖജനാവിലേക്ക് പണം വരുന്നവരിടത്ത്, ജനങ്ങൾ പണം നിക്ഷേപിക്കുന്നവരിടത്ത് അത് കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിയാത്തവർ, അത് സംരക്ഷിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ഭരണം നടത്തുന്നതെന്ന് ചോദ്യം കൂടിയുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി SIT അന്വേഷിക്കേണ്ടതുണ്ട്.